with the next set of questions. First question number 11. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 8. 3x മൈനസ് 8 if x is equal to, അപ്പോൾ x ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു 5, 2k if x ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഒരു മിനിറ്റ്. സോ ഇനി അടുത്ത നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we have to find the value of k such that this function is always continuous at the given point. അപ്പോൾ ഇവിടെ x is equal to 5 കോൺസ്റ്റൻറ്റ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് അല്ല കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ അതേ ലോജിക്ക് തന്നെയാണ്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എൽ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ. വേറെ ലോജിക്കൊന്നുമില്ല. ദാറ്റ് ഇസ് ദ സിംഗിൾ ലോജിക് ടു ബി ഫോളോഡ്. അപ്പോൾ ഇവിടുത്തെ എൽ എച്ച് എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 5 3 ഇൻറ്റു 5 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 8 എന്ന് പറയുമ്പോൾ 7 വരും. അത് നമ്മുടെ ആർ എച്ച് എൽ, അതായത് 2k ഈക്വൽ ആയിരിക്കണം. സോ k ഷുഡ് ബി ഈക്വൽ ടു 7/2. ഇങ്ങോട്ട് വരിക. ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. This is a question that involves a bit of thinking. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണേ. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k സച്ച് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ? സോ ആദ്യം തന്നെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ കൊടുത്തിട്ടുള്ള ഫംഗ്ഷനില്ലേ, അതായത് 2x മൈനസ് 16 ഡിവൈഡഡ് ബൈ 4x മൈനസ് 16, ഇതിന് ഞാനൊന്ന് ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. എനിക്ക് ന്യൂമറേറ്ററിൽ 2x + 2നെ 2² ഇൻറ്റു 2x എന്ന് എഴുതാം. കാരണം a⁻m ഇൻറ്റു a⁻n എത്രയാണ്? a⁻m + n ആൻഡ് വൈസ് വേഴ്സ. സോ എനിക്കിങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ല. മൈനസ് 16 ഞാൻ 4² എന്ന് എഴുതാൻ പോകും. ഡിവൈഡഡ് ബൈ 4x മൈനസ് ഇവിടെയും ഞാൻ 16നെ 4² എന്ന് എഴുതാൻ പോകും. ഓക്കെ, സോ ബേസിക്കലി ഇവനെന്താ 2² എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ജസ്റ്റ് എ സെക്കൻഡ്. 4:2. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് 2² എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇത് 16 തന്നെയല്ലേ? ഓക്കെ, 2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 തന്നെയല്ലേ? ഓക്കെ, ഫൈൻ. സോറി, 2² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തന്നെയല്ലേ? ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ന്യൂമറേറ്ററിൽ നിന്ന് 4നെ കോമൺ എടുത്താൽ ഉള്ളിൽ എന്താ വരിക? 2² പോയി, പിന്നെ ബാക്കിയുള്ളത് 2x മൈനസ് 4² നിന്ന് ഒരു 4 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? ഒരു 4 കൂടി ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 4x എന്ന് പറഞ്ഞ സാധനത്തിന് നോക്കിക്കോട്ടോ. ഈ 4നെ എനിക്ക് ബേസിക്കലി 2:2 എന്ന് പറഞ്ഞൂടെ? ദ ഹോൾ റേസ് ടു എക്സ്. അത് കുഴപ്പമില്ലല്ലോ. അതായത് എനിക്ക് എന്നെ 2:2x എന്ന് എഴുതാം. ഈ സാധനത്തിന് എനിക്ക് 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇതുവരെ തെറ്റില്ലല്ലോ. സോ ഞാൻ ഈ 4:x ഞാൻ അങ്ങനെ എഴുതാൻ പോവാം. എങ്ങനെ? 2:x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പോവാം. മൈനസ് 4². എന്നിട്ടിപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെ. ഞാൻ ഈ 2:x നെ a എന്ന് വിളിച്ചു, ഈ 4നെ b എന്ന് വിളിച്ചാൽ ഇതെന്താ സാധനം താഴ്ത്തി എഴുതിയേക്കണത്? a² മൈനസ് b² ആണ്. യെസ് ഓർ നോ? അപ്പോൾ ന്യൂമറേറ്ററിൽ ഞാൻ ഒന്നും ചേഞ്ച് ചെയ്യണില്ല. 2:x മൈനസ് 4. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഞാൻ ഇത് ഉദ്ദേശിക്കണമെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. താഴത്ത് ഞാൻ ഈ a² മൈനസ് b² സ്പ്ലിറ്റ് എഴുതാൻ പോവാണ്. a മൈനസ് b ഇൻറ്റു a പ്ലസ് b. കാണുമ്പോൾ തന്നെ അറിയാം, ആര് ക്യാൻസൽ ആയി പോകും? ഇവൻ ക്യാൻസൽ ആയി പോകും. സോ ബേസിക്കലി ദിസ് വിൽ ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2:x + 4. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഫംഗ്ഷൻ ഇസ് ബേസിക്കലി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു this function f of x is basically equal to 4/4 plus 2 x if x is not equal to 2. അതുപോലെ തന്നെ k if x is equal to 2. Okay, now this question becomes very easy. Okay, എന്തുകൊണ്ട് very easy ആവുന്നത്? ഒന്നുകൂടി ഞാൻ ഇവിടെ റിലേറ്റ് ചെയ്യാം. f of x is equal to 4/4 plus 2 x if x is not equal to 2
ആൻഡ് ജസ്റ്റ് കെ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. നൗ ദിസ് ബിക്കംസ് വെരി ഈസി. കാരണം ഇവിടെ ഓക്കെ നമുക്കിനി കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ എന്നിട്ടാൽ മതി. എൽ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ, വേറെ കണ്ടീഷനൊന്നുമില്ല. ഓക്കെ, ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടെ എൽ എച്ച് എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റേസ് ടു എക്സ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ 2 എന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റ് 2 ഇട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഡിനോമിനേറ്റർ 0 ഒന്നും ആവുന്നില്ല, അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. സോ ദിസ് വിൽ ബി 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റേസ് ടു 2. ആ 2 റേസ് ടു 2 എന്താ? 4 തന്നെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4/8 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ദിസ് ഈസ് ഈക്വൽ ടു മൈ കെ. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ എന്ന് പറഞ്ഞെങ്കിൽ കെക്ക് ഈക്വൽ ആവണ്ടേ? സോ കെ വിൽ ബി ഈക്വൽ ടു ഹാഫ് നോട്ട്. സോ ദിസ് ഇസ് യുവർ 12th question. Moving on to the 13th question. Okay, moving on to the 13th. Okay, moving on to the 13th question. This is also not so difficult. Difficult എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, but this is a bit lengthy. Lengthy is the word I would rather use. ഓക്കെ, ഇതിനെങ്ങനെ ചെയ്യേണ്ടത് കാണുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ വേ ടു ഡു ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആർ ബേസിക്കലി പ്യുവർലി ബൈ rationalizing. Rationalizing is the only way you can actually solve these questions. Never mind. Okay, so rationalizing is the only way you can actually solve these questions. അപ്പോൾ ഇതിനെങ്ങനെ റേഷണലൈസ് ചെയ്യാം? അപ്പോൾ ആദ്യം നമുക്ക് ആ മറ്റേ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ നോക്കാം. എക്സ് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ നോക്കാം. സോ ദിസ് ഈസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് കെ എക്സ് മൈനസ് റൂട്ട് 1 മൈനസ് കെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, ഇതിനെ റേഷണലൈസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ റൂട്ട് 1 പ്ലസ് കെ എക്സ് പ്ലസ് റൂട്ട് 1 മൈനസ് കെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ, ബേസിക്കലി ഇതാണല്ലോ റേഷണലൈസേഷൻ. താഴെയും അതേ സാധനം തന്നെ വെച്ച് മൾട്ടിപ്ലൈ, കാരണം എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വെറുതെ എടുത്തിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂനെ മാറ്റാൻ പറ്റില്ല. സോ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു 1 മൈനസ് റൂട്ട് കെ എക്സ്. ഓക്കെ, ആയിക്കോട്ടെ. സോ വാട്ട് വിൽ ദിസ് ഇവൻച്വലി ലീഡ് അപ്പ് ടു? ഞാൻ ഈ ആദ്യത്തെ റൂട്ടിനെ ഞാൻ എ എന്നും ഈ റൂട്ടിനെ ഞാൻ ബി എന്നും വിളിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ബേസിക്കലി എ പ്ലസ് ബി. ഓക്കെ, സോ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ഞാൻ ബി എന്നും വിളിക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ മൈനസ് ബി, ദിസ് ഇസ് എ പ്ലസ് ബി. ഓക്കെ അല്ലേ? ഓക്കെ, സോ വാട്ട് ഇസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി? ഇറ്റ് വിൽ ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതിൽ ഈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആ എൻ്റെ റൂട്ട് 1 പ്ലസ് കെ എക്സ് ആണല്ലോ എ, അതിൽ ആ റൂട്ട് അങ്ങോട്ട് പോകും സ്ക്വയർ ചെയ്യുമ്പോൾ. സോ ദാറ്റ് വിൽ ബി 1 പ്ലസ് കെ എക്സ്, വെറുതെ എ സ്ക്വയർ ആയി. ബി സ്ക്വയർ എന്താ വരിക? ആ റൂട്ട് വീണ്ടും പോകും. സോ 1 മൈനസ് കെ എക്സ് എന്ന് വരും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ താഴത്തെ വരെ സെറ്റായി. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 1 റൂട്ട് 1 പ്ലസ് കെ എക്സ് പ്ലസ് റൂട്ട് 1 മൈനസ് കെ എക്സ്. ഇതുവരെ ഞാൻ ഫംഗ്ഷനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ടിൽ നൗ ഐ എം ജസ്റ്റ് അനലൈസിങ് ദ ഫംഗ്ഷൻ. ഞാൻ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുന്നത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി നോക്കുക, ഓക്കെ, ഈ 1 ഈ -1 കാരണം വെട്ടിപ്പോവും. ഇവിടെ കെ എക്സ് ആണ്, ഇവിടെ മൈനസ് ഓഫ് ഇവിടെ പ്ലസ് കെ എക്സ് ആണ്, ഇവിടെ മൈനസ് ഓഫ് മൈനസ് കെ എക്സ് എന്ന് പറയുമ്പോൾ അതും പ്ലസ് കെ എക്സ് എന്ന് വരും. സോ ദിസ് വിൽ ബി 2 കെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് കെ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് കെ എക്സ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ ക്വസ്റ്റ്യനിൽ ഈ എക്സും വെട്ടിപ്പോവും. സോ ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഇതുവരെ അത്ര യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല. ഇത്ര നേരം വരെ നമ്മൾ ചെയ്തിരുന്നത് എന്തിട്ടോ ജസ്റ്റ് പ്യുവർ സിംപ്ലിഫിക്കേഷൻ മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്സ്. അതാണ് മിക്ക കാര്യങ്ങളും അത്ര എളുപ്പമാണ്, അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഓൾ യു നീഡ് ടു ഡു ഇസ് ജസ്റ്റ് ബി ഓൺ ട്രാക്ക്. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി റെഡിയായി മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്സ് ഇസ് ആക്ച്വലി വെരി ഈസി. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഈസി ആവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് ആണ് ബേസിക്കലി കണ്ടിന്യൂറ്റിയുടെ 95%. സോ ഇറ്റ്സ് വെരി ഈസി ടു ഗോ ഫോർവേഡ്. എനിവേസ്, നമുക്ക് ഇവിടെ വരെ കിട്ടി. ഇനി നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ വീണ്ടും റീറൈറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
2k divided by root 1 plus kx plus root 1 minus kx if your x is not equal to 2. അല്ല സോറി, വേറെ മറ്റേ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, ശരിയാ. If your x is between minus 1 and 0, okay, and 2x plus 1 divided by x minus 1 if your x is between 0 and 1. Okay, അപ്പോൾ വീണ്ടും ലോജിക്ക് എന്താ, എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ആക്കണം, വേറെ പണിയൊന്നുമില്ല. സോ എൽ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ ഇഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അറ്റ് എക്സ് ഈക്വൽ ടു 0, കാരണം നമുക്ക് കണ്ടിന്യൂസ് ആവേണ്ടത് എവിടെ, എക്സ് ഇസ് ഈക്വൽ ടു 0ലാണ്. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്. ഇനിയിപ്പോൾ എന്താ പണി, ഇനി വലിയ പണിയൊന്നുമില്ലല്ലോ. ഇനി എൽ എച്ച് എൽ എന്താ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് 2k divided by root 1 plus kx plus root 1 minus kx. This is equal to limit x tending to 0 plus 2x plus 1 അല്ലേ, 2x plus 1 divided by x minus 1. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന് ഡിനോമിനേറ്റർ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. ബേസിക്കലി ഇവൻ 0 എന്ന് വരും, അപ്പോൾ റൂട്ട് 1 വരും. So this will be 2k divided by 1 plus ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്നിട്ട് kx 0 എന്ന് വരും, റൂട്ട് 1 എന്ന് വീണ്ടും വരും, which will be equal to 2k by 2. ഇതെന്നിട്ടാ k എന്ന് വരും. This is equal to, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ 0 എന്നുണ്ടാവും, ഒരു കുഴപ്പമില്ല. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 into 0 plus 1 divided by, കാരണം ഡിനോമിനേറ്റർ 0 ആവില്ലെങ്കിൽ പകുതി പ്രശ്നം കഴിഞ്ഞ് 0 minus 1. ഇത് എത്ര വരിക, 2 into 0 0, 0 plus 1 1 divided by 1 minus 1. സോ നമുക്ക് k ൻ്റെ വലിയ തൊട്ട് നെഗറ്റീവ് 1 എന്ന് കിട്ടും. That is all for that question. Moving on to the next question. F of x is equal to 1 minus cos kx. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആവശ്യത്തിന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 2 സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ 2 തീറ്റയുടെ സ്ഥാനത്ത് കെ എക്സ് എന്നുള്ളത് അല്ലേ. സോ ആ സാധനത്തിൻ്റെ പകുതി എന്ത് വരും, ഇതിൽ വരും. സോ 1 മൈനസ് കോസ് കെ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 2 സൈൻ സ്ക്വയർ കെ എക്സ് ബൈ 2. ഓക്കെ അല്ലേ. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താ വരിക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ കെ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ് സൈൻ എക്സ് if your x is not equal to 0. Okay, and half if your x is equal to 0. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, because just let me rewrite the function definition, the simplified function definition. 2 sin square kx by 2 if your x is not equal to 0 അല്ല divided by x sin x കൂടി ഉണ്ട്. And half if your x is equal to 0. Okay, സോ ഇനി നമുക്ക് വീണ്ടും കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബേസിക്കലി എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനേഷൻ ഏതെങ്കിലും ഒരു സാധനത്തിന് ഇക്വേറ്റ് ചെയ്യണം. 0ലാണ് നമുക്ക് കണ്ടിന്യൂസ് ആണ് തെളിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 0ലാണ് കണ്ടിന്യൂസ് ആക്കേണ്ടതെങ്കിൽ നമ്മൾ എഫ് ഈക്വൽ ടു എഫ് ഓഫ് 0 ഇക്വേറ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ എൽ എച്ച് എൽ എന്താ വരിക, എൽ എച്ച് എല്ലിന് എടുക്കേണ്ട ഫംഗ്ഷൻ ഡെഫിനേഷൻ ഏതാ, ഈ ഡെഫിനേഷനാണ് എടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബിക്കം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് 2 സൈൻ സ്ക്വയർ കെ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ് സൈൻ എക്സ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു, നമുക്ക് ഫംഗ്ഷൻ ഡെഫിനേഷൻ തന്നെ എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0ൽ എത്ര വരും, ഹാഫ് വരും. ആർച്ചിൽ എടുത്തിട്ട് കാര്യമില്ല, ആർച്ചിൽ ഇതേ ഫംഗ്ഷൻ തന്നെ വരാൻ പോണേ. 0 മൈനസിന് സ്ഥാനത്ത് 0 പ്ലസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർച്ചിൽ എടുത്തിട്ട് വലിയ ഗുണമില്ല, നമുക്ക് ഫംഗ്ഷൻ ഡെഫിനേഷൻ എടുക്കണം, ഹാഫിന് ഈക്വൽ ആയിരിക്കും. ഇനി എന്താ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2ന് കോമൺ എടുക്കുക പുറത്തേക്ക്, പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ കെ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ. ഒന്നാമത്തെ കേസ് സൈൻ സ്ക്വയർ കെ എക്സ് ബൈ 2 ആണ്. രണ്ടാമത്തെ കേസ് എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ കെ എക്സ് ബൈ 2 മൊത്തം 0ലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ സൈനിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നവൻ്റെ ഒരു മിനിറ്റ്. ഓക്കെ, ഈ സൈനിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂവിൻ്റെ എന്ത് ചെയ്യണം, ആ സ്ക്വയറിനെ നമ്മൾ താഴ്ത്തുണ്ടാക്കണം. ഓക്കെ, സോ താഴ്ത്ത് എന്ത് വരണം, താഴ്ത്ത്
k²x² വരണം. എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരു k²x² വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. വാല്യൂ മാറിയിട്ടില്ല. ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴത്തൊരു എക്സ് സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ, ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി ലിമിറ്റ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരത്തെ അതേ ലോജിക്ക് തന്നെ ഇവൻ്റെ ഉള്ളിലത്തെ എന്താണോ അത് നമുക്കിനി മേളിൽ ഉണ്ടാക്കണം. ഓക്കെ, സോ മുകളിൽ ഉണ്ടാക്കാം. എന്ത് ചെയ്താൽ മതി? എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എൻ്റെ സൗകര്യത്തിന് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എക്സ് വെച്ചിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ സംഭവം? ഇനി എളുപ്പം എക്സ് 0ലേക്കാണ് പോകുന്നത്. സോ എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെയാണ് പോവുക? 1ലേക്ക് പോവുക. 1. അതുപോലെ ഇവൻ മൊത്തം എങ്ങടെ പോവുക? 1ലേക്ക് പോവുക. അത് എളുപ്പമായി. ഓക്കെ, സോ വാട്ട് ആർ വി ലെഫ്റ്റ് വിത്ത്? വി ആർ ലെഫ്റ്റ് വിത്ത് 2 ഇൻറ്റു എൻ്റെ മാതാവി, ഒരു സെക്കൻഡ്. ഓക്കെ, സോ വി ആർ ലെഫ്റ്റ്. എൻ്റെ മോനെ, ഓക്കെ, യു ആർ ലെഫ്റ്റ് വിത്ത് 2 ഇൻറ്റു ഈ സാധനം 1 ആയിരുന്നു. ഇവിടെ നമുക്ക് പിന്നെ k²x² ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. ഇൻറ്റു ഈ നീല ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മൊത്തം 1 ആണ്. പക്ഷേ 1 താഴത്തെ ഒരു എക്സിനെ മാർക്ക് ചെയ്യരുത്. പിന്നെ ഈ എക്സ് ഉണ്ട്. സോ വേറൊരു 1/x ഉണ്ട്. ആൻഡ് ഓൾ ദിസ് ഇസ് such that limit is x is tending to 0 minus. ഓക്കെ, ഈ x² വെച്ചിട്ട് ഈ 2x ഉള്ളതുകൊണ്ട് ആ രണ്ടും എക്സും കൂടിയിട്ട് x² വെട്ടിക്കളയും. ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത് 2 ഇൻറ്റു 1 ഇൻറ്റു k² ഡിവൈഡഡ് ബൈ 4. അതിൽ ഈ 2 ഈ 4ൻ്റെ രണ്ടെണ്ണം കിട്ടിയ നമ്മുടെ കയ്യിൽ k² ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് മൈ ലിമിറ്റ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദ ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് 0. ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് 0 എത്രയായിരുന്നു? ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് 0 ഇസ് ഈക്വൽ ടു ഹാഫ്. സോ ഇത് വെട്ടിപ്പോയാൽ k² വാല്യൂ എനിക്ക് 1 എന്ന് കിട്ടും. അതായത് മൈ k ഈസ് ഐദർ +1 ഓർ -1. ഏതായാലും k² വാല്യൂ 1 അല്ലേ വരുള്ളൂ. സോ മൈ k ഈസ് +or-1. ഇതാണ് നമ്മുടെ ആൻസർ വരിക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ prove that the function defined by x plus something remains discontinuous at x is equal to 0 regardless of the choice of k. അതായത് kൻ്റെ വാല്യൂ എന്തായാലും ഈ ഫംഗ്ഷൻ 0ൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കുന്നതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെമ്മറി ജോഗ് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ LHL ഷുഡ് ബി ഈക്വൽ ടു RHL ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് 0 ആയതുകൊണ്ട് ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് 0. ഇവിടെ നമ്മളോട് പറയുന്നത് k എന്തായാലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഒന്നെങ്കിൽ LHL RHL ഈക്വൽ ആവാൻ പാടില്ല, അല്ലെങ്കിൽ LHL RHL ഈക്വൽ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും പക്ഷേ പിന്നെ അത് ഫംഗ്ഷണൽ വാല്യൂസിന് ഈക്വൽ അല്ല. ഇതാണ് സാധാരണ ഡിസ്കണ്ടിന്യൂറ്റിക്ക് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള 2 കേസസ് അല്ലേ. ഇവിടെ പറയാണ് നമ്മൾ ഇവനെ എന്തെടുത്താലും കാര്യമില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഉത്തരം അല്ലെങ്കിൽ കാരണം വരുന്നത് ഇവനിൽ നിന്നല്ല, ഇവർ രണ്ടുപേരിൽ നിന്നാണ്. ഇവർ രണ്ടുപേരിൽ നിന്ന് എങ്ങനെ ഡിസ്കണ്ടിന്യൂറ്റി വരിക? ബിക്കോസ് ഒന്നെങ്കിൽ LHL ഇസ് നോട്ട് ഈക്വൽ ടു RHL വരുമ്പോഴാണ്, അല്ലെങ്കിൽ LHLും RHLും എക്സിസ്റ്റേ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതിലേതെങ്കിലും ഒരു കേസ് വരുമ്പോഴാണ് ഈ ഡിസ്കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ അതായത് കെമെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇതിൽ രണ്ടിൽ ഏതോ ഒരു കേസ് വാലിഡ് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അത്ര ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഓക്കെ, സോ നമുക്ക് ഈ ഫംഗ്ഷനെ മാത്രം നോക്കിയാൽ പോരെ. സോ the value of my f of x is equal to x divided by mod x plus 2x square if my x is not equal to 0 and k if my x is equal to 0. And we are aware mod x is going to create some problem. ഇത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. mod x എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ഓക്കെ,
നോക്കാം. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു എൽ എച്ച് എൽ ആർ എച്ച് എൽ നമുക്ക് കമ്പയർ ചെയ്യാം. എന്നിട്ട് അവസ്ഥ എന്തുണ്ടാകുമോ എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം എൽ എച്ച് എൽ നോക്കാം. എൽ എച്ച് എൽ ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 0 മൈനസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? എക്സിനെക്കാട്ടും താഴ്ന്നിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ സീറോനെക്കാട്ടും താഴ്ന്നിട്ടുള്ള നമ്പേഴ്സ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ സീറോയിലേക്ക് എത്തുന്നത്. സോ ദിസ് മോഡ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് എക്സ് എന്നാവും. നമ്മൾ ഓൾറെഡി 100 പറഞ്ഞിട്ടുണ്ട്. പ്ലസ് 2x സ്ക്വയർ, ഇവിടെ എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ മോഡ് എക്സിൻ്റെ വാല്യൂ അവിടെ എന്താ? വെറും എക്സ് ആവും. കാരണം വി ആർ അപ്രോച്ചിങ് 0 ഫ്രം പോസിറ്റീവ് നമ്പേഴ്സ്. 2x സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് ഓഫ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ ഇൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സിനെ കോമൺ എടുത്താൽ -1 പ്ലസ് 2x. ഇവിടെയാണെങ്കിലോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിനെ ഇവിടെ നിന്നും കോമൺ എടുത്താൽ 1 പ്ലസ് 2x. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡിഫറൻസ് കാണുന്നില്ലേ? ഞാൻ ഈ എക്സ് വെച്ചിട്ട് ഈ എക്സിനെ വെട്ടിക്കളഞ്ഞു. അതുപോലെ ഇവിടുത്തെ കേസിൽ ഈ ഒരു എക്സിനെ വെച്ചിട്ട് ഈ ഒരു എക്സിനെ വെട്ടിക്കളഞ്ഞു. വി ആർ ലെഫ്റ്റ് വിത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2x. ഇവിടുത്തെ കേസിലെ ലിമിറ്റ് -1 പ്ലസ് 2x. ഇവിടുത്തെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് 1 ബൈ 1 പ്ലസ് 2x. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് 0 എന്ന് രണ്ട് സ്ഥലത്തിടാം. രണ്ട് സ്ഥലത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് 0 എന്ന് ഇടാം, പ്രശ്നമില്ല. കാരണം ഡിനോമിനേറ്റർ ഇനി 0 ആവില്ല. സോ ദിസ് വിൽ ബി 1 ബൈ -1 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇവിടെ നമുക്ക് ഡയറക്റ്റ് 1 എന്ന് കിട്ടും. എൽ എച്ച് എൽ ഇസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇവിടെ 0-ൽ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. വാട്ട് ആർ ദി തിങ്കിങ്, അല്ലെങ്കിൽ അവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്, അത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താ അവിടെ? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് എഫ് ഇസ് ഡിഫൈൻഡ് ബൈ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4. വീണ്ടും ഒരേ ലോജിക്ക്. എൽ എച്ച് എൽ ആർ എച്ച് എല്ലിന് ഈക്വൽ ആയിരിക്കണം. ആൻഡ് ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദ ഫംഗ്ഷണൽ വാല്യൂ അറ്റ് 4. ഫംഗ്ഷണൽ വാല്യൂ അറ്റ് 4 എന്താ? എഫ് ഓഫ് 4 എത്രയാണ്? എഫ് ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നേക്കണേ? ദിസ് ഇസ് എ പ്ലസ് ബി. ഓക്കെ അല്ലേ? അപ്പോൾ എൽ എച്ച് എൽ ആർ എച്ച് എൽ ഇനി ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എൽ എച്ച് എൽ എന്താ വരിക? എൽ എച്ച് എൽ നോക്കിയേ. എൽ എച്ച് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ അപ്രോച്ചിങ്, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 മൈനസ് എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ മോഡ് എക്സ് മൈനസ് 4. നെഗറ്റീവ് നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, 4-നെക്കാട്ടും താഴ്ന്നിട്ടുള്ള നമ്പേഴ്സ് നിന്നാണ് നമ്മൾ 4-ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടാവുക? മോഡ് ഒരു മൈനസിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് വിൽ ബി നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് 4, പിന്നെ ഒരു പ്ലസ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് എ. ഇതേ രീതിയിൽ നിങ്ങൾ ആർച്ചിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. അത് 1 പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ഇനി -1 പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എ പ്ലസ് ബിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതുപോലെ 1 പ്ലസ് ബി, അതായത് ആർച്ചിലും എന്തിന് ഈക്വൽ ആയിരിക്കണം? എ പ്ലസ് ബിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതുപോലെ എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ദിസ് ഇസ് ഹൗ യു ഡു ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. Given the function f of x is equal to 1 by x plus 2, find the points of discontinuity of the composite function f of x. ആദ്യം നമുക്ക് ഈ f of x എന്താണെന്ന് നോക്കണം. സോ f of x എന്ന് പറഞ്ഞാൽ f of x ഇല്ലേ, അതെന്താ? 1 by x plus 2. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇനി f of x എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 by f of x plus 2. ഇനി f of x-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 by x plus 2 plus 2. Okay, so this will be equal to, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, 1 by 1 plus 2x plus 4 into x plus 2. ഇതാണ് ഈ f of x ഇവിടെ വരിക. f of x എത്ര വരിക? x plus 2 by 2x plus 5. ഈ ഫംഗ്ഷൻ എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് ആവണമെന്നാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റ്. നമുക്ക് എത്ര കിട്ടിയേ? y is equal to f of x. നമുക്ക് എത്ര കിട്ടിയേ? x plus 2 by 2x plus 5. ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആവുക? ഈ സാധനം, ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 0 ആവുന്ന സ്ഥലത്ത്, അതായത് 2x plus 5 എവിടെയാണോ 0 ആവുന്നത് അവിടുത്തെ ഡിസ്കണ്ടിന്യൂസ് ആവും. അതായത് എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? -5/2. ഇതായിരിക്കും നമ്മുടെ 17th ആൻസർ എന്ന് പറയുന്നത്.
മൂവിങ് ഓൺ ടു ദ 18th question. ഫൈൻഡ് ഓൾ ദ ഡിസ്കണ്ടിന്യൂറ്റി ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്. ഈ 18th question ഒരു ഗുഡ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ft is equal to, let me rewrite this here. Okay, ft is equal to 1 divided by t square plus t minus 2 such that t is equal to 1 divided by x minus 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ ഇത് കുറച്ചുകൂടി ആംബിഗ്യൂസ് ആണെങ്കിലും നമ്മളിവിടെ പറയേണ്ടത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സിൻ്റെ റെസ്പെക്റ്റിൽ, അതായത് എക്സ് ആക്സസിൽ എവിടെയായിരിക്കും ഡിസ്കണ്ടിന്യൂറ്റി വരിക എന്നാണ് ഈ ചോദിക്കുന്നത്. സോ ആദ്യം തന്നെ ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ ടീൻ്റെ വാല്യൂ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എക്സിൻ്റെ വാല്യൂസിലാണ് നമ്മൾ നോക്കുന്നത്. അവർ ആ എക്സിൻ്റെ വാല്യൂസിനെ പിടിച്ച് ടീൻ്റെ രൂപത്തിലേക്ക് മാറ്റുക. ആ ടീനെ പിടിച്ചിട്ട് പിന്നെ ആ എഫ് ടിയുടെ ഉള്ളിലിടാണ് ചെയ്യണത്. സോ വി നീഡ് ടു സ്റ്റാർട്ട് ഒബ്സർവിങ് ഓർ ലുക്കിംഗ് ഫ്രം ടിയിൽ നിന്ന് നമ്മൾ നോക്കി പോകണം. ഓക്കെ, അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ പിന്നെ എഫ് ടിയിൽ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി വരാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ടി എക്സിസ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എഫ് ടിയിൽ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ എന്തുണ്ടാവുക? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/0. 1/0 ഡിവിഷൻ ബൈ 0 ഡിഫൈൻഡ് ആണോ? അല്ല, ദിസ് ഇസ് അൺഡിഫൈൻഡ്. അതായത് ഞാൻ എക്സിൻ്റെ വാല്യൂ 1 എന്നിട്ട് കൊടുത്താൽ ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ടി എനിക്ക് കിട്ടില്ല. ആൻഡ് ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ടീൻ്റെ വാല്യൂ കിട്ടുന്നില്ല. ടി എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് 2 എന്തെങ്കിലും വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റില്ല. അതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഒരിക്കലും എഫ് ടി കണ്ടിന്യൂസ് ആയിരിക്കില്ല. കാരണം ടീന് അങ്ങനത്തെ ഒരു കറസ്പോണ്ടിങ് വാല്യൂ എക്സിസ്റ്റേ ചെയ്യുന്നില്ല. പിന്നെ വേറെ വല്ല പ്രശ്നമുണ്ടോ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന്? അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് വേറെ വല്ല പ്രശ്നങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യുവേഷൻ നിർത്താം. തീർത്തു. നൗ വി ആർ ഗോയിങ് ഹെഡ് വിത്ത് ദിസ് വൺ. അപ്പോൾ ഇവിടെ ഇനി എവിടെ പ്രോബ്ലംസ് ഉണ്ടാവുക? ഡിനോമിനേറ്റർ 0 ആണെന്ന് കൊടുത്തു. സോ ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് 2 എന്ന് പറയുന്ന പോയിന്റ് എവിടേക്കോ 0 വരുന്നത്, ആ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ടിയിൽ മൊത്തം എന്തുണ്ടാവും? പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ നോക്കാം. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ നോക്കാനാണെങ്കിൽ ടി സ്ക്വയർ പ്ലസ് 2t മൈനസ് 2 ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ടീനെ കോമൺ എടുക്കുകയാണെങ്കിൽ ടി പ്ലസ് 2 മൈനസ് 1 ടൈംസ് ടി പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അതായത് ടി മൈനസ് 1 ടൈംസ് ടി പ്ലസ് 2 ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് ടി ഈസ് ഈക്വൽ ടു 1, ടി ഈസ് ഈക്വൽ ടു 2. ടി ഈസ് ഈക്വൽ ടു 1 ടി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2ലും ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ടീൻ്റെ ടേംസിൽ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആരുടെ ടേംസിൽ കിട്ടണം? എക്സിൻ്റെ ടേംസിൽ കിട്ടണം. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ നോക്കാണ് എവിടെയാണ് നമുക്ക് ടീൻ്റെ എക്സിൻ്റെ എന്ത് വാല്യൂ ഇടുമ്പോഴാണ് ടീൻ്റെ വാല്യൂ 1 കിട്ടുക. സോ 1 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, സോ എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 2 എന്നിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 2 മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 1 എന്ന് വരും. ടീൻ്റെ വാല്യൂ അപ്പോൾ എന്ത് വരും? 1/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വരും. ടീൻ്റെ വാല്യൂ 1 വരുന്നിടത്ത് എഫ് ബൈ ടി ഓൾറെഡി ഡിസ്കണ്ടിന്യൂസ് ആണ്, കാരണം ഡിനോമിനേറ്റർ അവിടെ 0 ആവും. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത് ഇനി ടി ഈസ് ഈക്വൽ ടു -2. ടി ഈസ് ഈക്വൽ ടു -2 കിട്ടണമെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. സോ -2 ടൈംസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. അതായത് ശരിയല്ലേ? അതായത് minus 2x plus 2 is equal to 1, which implies 1 minus 2 divided by -2 is equal to x. അതായത്
1/2 ആണ് എൻ്റെ എക്സിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അടുത്ത പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1/2. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ടീൻ്റെ വാല്യൂ എന്തായാലും എന്ത് വരും? ടീൻ്റെ വാല്യൂ 1/1/2 -1 എന്ന് വരും. 1/2 -1 എന്ന് പറയുമ്പോൾ -1/2 -2. ടീൻ്റെ വാല്യൂ -2 എന്ന് വരും. ടീൻ്റെ വാല്യൂ -2 ഇട്ടിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ടീൻ്റെ ഡിനോമിനേറ്റർ എന്താവും 0 ആവും. അപ്പോൾ അവിടെയും ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതുകൊണ്ട് ഈ 3 പോയിന്റ്സിൽ എക്സിൻ്റെ ഈ 3 വാല്യൂവിനാണ് എന്തുണ്ടാവുക? ഡിസ്കണ്ടിന്യൂറ്റി വരിക എഫ് ഓഫ് ടിക്ക്.